നമസ്കാരം. ജോബണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ഒരു ജോബ് CDTയിൽ നമ്മൾ കേരള ഗവൺമെൻറ് സ്ഥാപനത്തിലേക്ക് വർക്ക് ഫ്രം ഹോമിൻ്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കത് വഴി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് 10ാം ക്ലാസ് യോഗ്യതയും ചെറുതായിട്ട് കമ്പ്യൂട്ടർ അറിയുന്ന ആളുകൾക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ജോബാണിത്. യാതൊരുവിധ രജിസ്ട്രേഷൻ ഫീസോ മറ്റുള്ള വർക്ക് ഫ്രം ഹോം പോലെ ആളുകളെ ചേർക്കുകയോ പ്രൊഡക്റ്റ് മേടിച്ച് വിൽക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ഇത് ഗവൺമെൻറ് CDT നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. കേരളത്തിൻ്റെ ഒരു ഡിജിറ്റൽ സർവീസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ CDTയിലേക്കാണ് നിയമനം നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വിവരങ്ങൾക്കൊക്കെ കിടക്കാം. അപ്പോൾ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ അടിപൊളി ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്കതിൻ്റെ ഒഴിവുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമായിട്ട് ഈ CDTൻ്റെ സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ അതിൽ കരിയേഴ്സ് എന്ന ഭാഗം വരുന്നതാണ്. ഞാൻ ആൾറെഡി ഇതിൽ കരിയേഴ്സ് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ നോട്ടിഫിക്കേഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇത് കണ്ടോ, പിന്നെ ഇതിൽ വരുന്നുണ്ട് നോട്ടിഫിക്കേഷൻ എംപ്ലോയ്മെൻറ്റ്. ഇതിൽ പിന്നെ വരും നമുക്കുള്ള നോട്ടിഫിക്കേഷൻ ഇവിടെ ഉണ്ട്. നമ്മുടെ ഒഴിവ് എന്ന് പറയുന്നത് എംപാനൽമെൻറ്റ് ഓഫ് സ്കാനിങ് അസിസ്റ്റൻ്റാണ്. ഡിസ്ട്രിക്ട് വൈസാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ അവസാന തീയതി നാളെ 18/9/2024 5 മണി വരെയാണ്. പേടിക്കേണ്ട, പോസ്റ്റിലൊന്നല്ല, ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് പോവുകയാണ്. ഈ കാണുന്നതാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് പൊസിഷൻ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ പാസ് ഇൻ SSLC ക്വാളിഫിക്കേഷൻ, പ്രൊഫിഷ്യൻസി ഇൻ കമ്പ്യൂട്ടറാണ്. പിന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. അത് പ്രിഫറൻസ് വിൽ ബി ഗിവൺ ടു ദോസ് കാൻഡിഡേറ്റ്സ് ഹാവിംഗ് വർക്കിംഗ് എക്സ്പീരിയൻസ് ഇൻ ഡൊമൈൻ ആൻഡ് ദോസ് വില്ലിംഗ് ടു വർക്ക് എയ്തർ ഓർ ഷിഫ്റ്റ് ഡേ ആൻഡ് നൈറ്റ് എന്ന് പറയുന്നുണ്ട്. പിന്നെ റെമ്യൂണറേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ടു ബി പെയ്ഡ് പീസ് റേറ്റ് ബേസിസ് ഓഫ് ദ വർക്ക് കംപ്ലീറ്റഡ്. നമുക്ക് ഓരോ വർക്ക് ഏൽപ്പിക്കായിരിക്കും. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് ആയിരിക്കും നമ്മുടെ വർക്കിൻ്റെ എമൗണ്ടും കാര്യങ്ങളും കിട്ടുക. ഡ്യൂറേഷൻ ഷോർട്ട് ടൈം എൻഗേജ്മെൻ്റ് ആണ് ആസ് ആൻഡ് വെൻ റിക്കോർഡ് ഇൻ പ്രോജക്റ്റ്. അതായത് ഷോർട്ട് ടൈം പ്രോജക്റ്റിലേക്കാണ്. പക്ഷേ പിന്നീട് നമുക്ക് ഇങ്ങനത്തെ വർക്കുകൾ വരുമ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും നമ്മൾ ഏൽപ്പിക്കുന്നത്. നമ്മൾ വൃത്തിയായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ആയിരിക്കും വർക്ക് ലഭിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്താ, ഡിസ്ട്രിക്ട് നോക്കുകയാണെങ്കിൽ കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഇപ്പോൾ ഈ എംപാനൽഡ് ഒഴിവുകൾ ഉള്ളത്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് അറിയാമല്ലോ, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക വെച്ചാൽ. നമ്മൾ ഈ ഒരു സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ എംപാനൽമെൻറ്റ് ഓഫ് സ്കാനിങ് അസിസ്റ്റൻറ്റ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതിൽ അപ്ലൈ ഓൺലൈൻ എന്ന് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ ഒരു രജിസ്ട്രേഷൻ ചെയ്യണം. നമ്മൾ VSDയൊക്കെ മാതിരി തന്നെ 1 ടൈം രജിസ്ട്രേഷൻ ഉണ്ട്. ഇതിൽ ജസ്റ്റ് ഇമെയിലും ഇതും വെച്ച് ലോഗിൻ ചെയ്യുക. ന്യൂ യൂസർ ആണെന്നുണ്ടെങ്കിൽ പുതിയൊരു സൈൻ ഇൻ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. പ്രസ് റിലീസ് നമ്മൾ ഈ കാണുന്ന PDF ആണ് പ്രസ് റിലീസ്. അതായത് ഇതാണ് അതിൻ്റെ പിന്നെ സെലക്ഷൻ മെത്തേഡൊക്കെ പറയുന്നത് ടോട്ടൽ മാർക്ക് ഒബ്റ്റൈൻഡ് SSLC പറയുന്നുണ്ട്. പിന്നെ അതുപോലെ വെയിറ്റേജ് ലഭിക്കും. +2 ഉള്ള ആൾക്കൊക്കെ 10 മാർക്ക് വെയിറ്റേജ്. പിന്നെ ഈ പ്രിൻറ്റിങ്ങും ടൈപ്പിങ്ങും ഒക്കെ ഉള്ള കമ്പ്യൂട്ടർ നോളജ് എന്തെങ്കിലും ഉള്ള ആളുകൾക്ക് അതിനും വെയിറ്റേജ് മാർക്ക് ലഭിക്കുന്നുണ്ട്. ഡിപ്ലോമ, ഡിഗ്രി ഒക്കെ ഉള്ളവന് വെയിറ്റേജ് ലഭിക്കും. ഹൗ ടു അപ്ലൈ പറയുന്നതിൽ ഓൺലൈനായിട്ട് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ യാതൊരുവിധ തട്ടിപ്പോ കേസോ കാര്യങ്ങളല്ല. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി CDTയിലേക്ക് വന്നിട്ടുള്ള ഒഴിവ്. തിരുവനന്തപുരത്താണ് ഇതിൻ്റെ ഹെഡ് ഓഫീസുള്ളത്. അതിലേക്ക് വന്നിട്ടുള്ള വർക്ക് ഫ്രം ഹോം ഒഴിവാണ് ഇതുള്ളത്. അപ്പോൾ താല്പര്യമില്ല ആളുകൾ എന്ത് ചെയ്യുക, അതിലേക്ക് അപ്ലൈ ചെയ്യുക. ഇനി നിങ്ങൾക്ക് പറ്റില്ലെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ ഒക്കെ താല്പര്യമില്ല, 10ാം ക്ലാസ് പാസ്സായി ഇങ്ങനെയൊക്കെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.